നമ്മുടെ കൂടെ ഉള്ളത് ഫാദർ ജോസഫ് കൊളുത്തുവേലിലാണ്. എറണാകുളം സഹൃദയയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അച്ഛനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. അച്ഛനോട് നമുക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, സദ്ഗമയ കണ്ടതിൽ നിന്ന്, എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് അച്ഛൻ എന്താണ് ഷെയർ ചെയ്യാനുള്ളതെന്ന് ചോദിക്കാം. ഫാദർ ജോസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ ഏഞ്ചൽ ഹോമിലെ ഏഞ്ചൽ സെൻട്രലിൽ ഏഞ്ചൽ വില്ലേജിൽ നടക്കുന്ന സദ്ഗമയ പ്രോഗ്രാം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഒട്ടും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൻ്റെ A to Z എല്ലാ സെഷൻസിലൂടെയും കടന്നുപോയപ്പോൾ ഇതൊരു വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളെയും അവരുടേതായിട്ടുള്ള അവസ്ഥകളെയും കൃത്യമായിട്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലൂടെ ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന ആദ്യത്തെ സംരംഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം, ഇതുപോലെയുള്ളൊരു സംവിധാനം നമ്മുടെ ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ ഈ ഭിന്നശേഷി സമൂഹം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒട്ടും അവെയർ അല്ലാത്ത ആ സമൂഹത്തെ അവെയറാക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അത്തരത്തിൽ ഈ ഒരു സദ്ഗമയ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് എക്സെപ്ഷണൽ ലേണിങ്ങിൻ്റെ വളരെ വലിയൊരു ഇനിഷ്യേറ്റീവോടുകൂടി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം, എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇതൊരു തുടക്കമായിട്ട് ഇനിയുള്ള മറ്റ് ആളുകളിലേക്കും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.